ഹായ് ഓൾ, എൻ്റെ പേര് ജോയൽ, ഫാക്കൽറ്റി ഫോർ ഓഡിറ്റിംഗ് ആൻഡ് FM. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. അതിൽ തന്നെ എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമെന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങളത് കണ്ടിട്ട് വരിക. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻസ് ടോപ്പിക്കായിട്ടുള്ള മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്. ഓക്കെ അല്ലേ മക്കളെ? ഓൾ റൈറ്റ്. സോ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ഏതെങ്കിലും പേപ്പർ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഗ്രൂപ്പ് 1 ആയിക്കോട്ടെ ഗ്രൂപ്പ് 2 ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേപ്പർ വൈസ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതല്ല നിങ്ങൾക്ക് എന്താണ് ഒരു ഗ്രൂപ്പ് കോംബോ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബോത്ത് 2 ഗ്രൂപ്പായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലോ എന്താണ് താഴെ നമ്മൾ പർച്ചേസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ എന്താണ് ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുക, കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ശരി, നമുക്ക് നോക്കാം എന്താണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നു, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ കോസ്റ്റ് ഓഫ് റൈസിങ് ആൻഡ് അഡീഷണൽ റുപ്പി ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സോ മക്കളെ നിങ്ങൾ കോസ്റ്റിങ്ങിൽ മാർജിനൽ കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? നമ്മളൊരു പുതിയൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ എക്സ്ട്രാ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ട് ചിലവാകുന്ന കോസ്റ്റിന് പറയുന്ന പേരാണെന്ത്? മാർജിനൽ കോസ്റ്റ് ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മളിവിടെ ക്യാപിറ്റൽ റേസ് ചെയ്യുവാണ് അല്ലേ മക്കളെ? നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്. മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ആ ഫണ്ട് എന്താണ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് ഇൻകർ ആവുന്ന കോസ്റ്റ്, അതിന് പറയുന്ന പേരാണെന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന് ഇൻ റിട്ടേൺ കമ്പനി കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റിന് പറയുന്ന പേരാണെന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണല്ലോ. ശരി, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഹെഡിങ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്പനി, ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ കമ്പനിക്ക് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ഓൾറെഡി ഫണ്ടൊക്കെ റേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ നോക്കിക്കേ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് ഒരു 50 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, റുപ്പീസാണ്. ഓക്കെ, റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് ഒരു 20 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ട് ഒരു 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഡിബഞ്ചേഴ്സ് ഒരു 10, ലോൺ അതും എന്താണ് ഒരു 10 ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ എന്തോ കിട്ടും? 100 ലാക്സ് കിട്ടുമല്ലോ. അതായത് 1 കോടി രൂപയാണെന്ത് ഇവരുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിസിൽ ഇവർക്കൊരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ KO ഉണ്ടാവുമല്ലോ. ഇവരുടെ ഇപ്പോഴത്തെ KO എന്ന് പറയുന്നത് 15% ആണെന്ന് അസ്യൂം ചെയ്യുക. ആക്യുറേറ്റ് വാല്യൂ ഒന്നുമല്ല, അസ്യൂം ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും KO അല്ലെങ്കിൽ WACC എന്ന് പറയുന്നത് എന്താണ്? 15% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ കമ്പനിക്ക് ഒരു എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് അതായത് കമ്പനിക്ക് കുറച്ചുകൂടി വളരണം അല്ലെങ്കിൽ കമ്പനിക്ക് പുതുതായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. അവർക്ക് ഫർദർ ഒരു 40 ലക്ഷം കൂടെ വേണമെന്ന് വിചാരിക്കുക. നീഡ്സ് ഫർദർ ക്യാപിറ്റൽ ഓഫ് ₹40 lakh ആണല്ലോ. ശരി, അവർക്ക് നിലവിൽ 15% ഉണ്ടായിരുന്നു അവരുടെ KO. അതായത് എത്രനായിരുന്നു? ഈ 100 lakh ക്യാപിറ്റലിനാണെന്ത് KO 15%.
അപ്പോൾ ഇവർക്ക് ഈ ഫർദർ 40 കൂടെ വേണം. ആ 40-നെ തന്നെ അവർക്ക് 20 lakh ഇക്വിറ്റി ആയിട്ടും ബാക്കി 20 നമ്മുടെ ഡിബഞ്ചേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ അങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ മക്കളെ, ഇവിടെ ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷനിലായിരിക്കുമല്ലോ നമ്മൾ KO കണ്ടുപിടിച്ചേക്കുന്നത്, ആയിരിക്കുമല്ലോ. അപ്പം ഇവിടെ 20 lakh ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയുടെ വെയിറ്റ് ഇപ്പോൾ ഇവിടെ എത്രയായി? 50 + 20, റിവൈസ്ഡ് വെയിറ്റ് 70% ആയി അല്ലേ? റീറ്റൈൻഡ് ഏർണിങ്സോ അതിന് മാറ്റമൊന്നുമില്ല. പ്രിഫറൻസ് 10, ഡിബഞ്ചേഴ്സ് 10 + 20 എത്രയായി മക്കളെ? 30 പെർസെൻറ്റേജ് അല്ല 70. ഓക്കെ. ആൻഡ് ലോണ് വീണ്ടും 10 തന്നെ അല്ലേ? ടോട്ടൽ എത്രയാണ് മക്കളെ? 140 അല്ലയോ? ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഇത് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 50%, 20%, 10 ഇങ്ങനെയല്ലായിരുന്നു ഈ പെർസെൻറ്റേജ്. ഇപ്പം ഈ ഒരു അഡീഷണൽ ക്യാപിറ്റലൂടെ കയറി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ മാറിയില്ലേ മക്കളെ? ഇപ്പം 70/140 അത് 50% തന്നെയാണ്. 20/140% എത്രയായിരിക്കും? ഇത് മാറി. ഇത് 20% ആയിരുന്നു, ഇപ്പോൾ 14.28% ആയി. അടുത്ത 10/140 7.14% ആയി. 30/140 21.43. percentage 10/140 വീണ്ടും 7.14%. ഇതാണെങ്കിൽ 70 ആണെങ്കിൽ ഇത് തർക്കമൊന്നുമില്ല, 50% തന്നെ ആണല്ലോ മക്കളെ. മൊത്തം കൂടെ വരുമ്പോൾ 100% വരണം. ഓക്കെ. സോ നോക്കിക്കേ, ഇവിടുത്തെ പെർസെൻറ്റേജ് എങ്ങനെയായിരുന്നു? 50, 20, 10, 10, 10. ഈ പ്രപ്പോർഷനിൽ കണ്ടുപിടിച്ച KO ആയിരുന്നു ഈ 15% എന്ന് വെച്ച് കഴിഞ്ഞാൽ. അഡീഷണൽ ക്യാപിറ്റൽ കയറിയപ്പം നമ്മുടെ പ്രപ്പോർഷൻ മാറി. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ KOയുടെ വാല്യൂ മാറുമല്ലോ. ചിലപ്പോൾ നല്ല ഉറപ്പായിട്ടും KOയുടെ വാല്യൂ മാറും. സോ അങ്ങനെ മാറുന്നതിന് പറയുന്ന പേരാണെന്ത്? റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, മനസ്സിലായോ? റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ ഒരു പ്രപ്പോർഷൻ മാറുമ്പോൾ, അതായത് ഓവറോൾ ഉള്ള പ്രപ്പോർഷൻ മാറുമ്പോൾ നമ്മൾ പുതിയ പ്രപ്പോർഷൻ അല്ലെങ്കിൽ പുതിയ വെയ്റ്റ്സ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് പറയുന്ന പേരാണെന്ത്? റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ. സോ അത് ചിലപ്പോൾ എന്താണ്, ഇപ്പോൾ ഇത് കൂടിയുണ്ടെന്നാണ് നമുക്ക് കൂടുന്നെന്ന് വേണേൽ പറയാം. നമുക്ക് KO വേണമെങ്കിൽ എന്താണ്, KO = വേണമെങ്കിൽ നമുക്ക് 17% എന്ന് വേണമെങ്കിൽ പറയാം. അസംഷൻ ആണേ. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? 17% ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിയെന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി എന്താ ഈ 40 ഉണ്ടല്ലോ, ഈ 40 ഇതിനകത്ത് 2020, അതായത് 50% എന്താണ്? ഇക്വിറ്റിയും 50% ഡെറ്റും ആണല്ലോ മക്കളെ. ഇവിടെ എഴുതാം. ഓക്കെ. 50% ഇക്വിറ്റിയും 50% ഡെറ്റും ആയിരിക്കുമല്ലോ മക്കളെ. സോ ഈ ഒരു ഇത് മാത്രം വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് പറയുന്ന പേരാണെന്ത്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഓവർ ആൻഡ് എബവ് 100 lakh, അതാണെന്ത്? ഈ 40 lakh എന്ന് പറഞ്ഞാൽ 100 lakhന് മുകളിൽ നമ്മൾ റേസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് 40 lakh. ഈ 40 lakhന് വരുന്ന അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെന്ത്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോൺസെപ്റ്റ് ക്ലിയർ ആയോ മക്കളെ? ഞാൻ ഈ 15, 17 ഒക്കെ പറഞ്ഞ എന്താണ്? ആക്യുറേറ്റ് വാല്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എക്സാമ്പിൾ ഞാൻ എടുത്ത വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ശരി, നമുക്കപ്പോൾ എന്നാൽ ഒരു പ്രോബ്ലം നോക്കാം. സോ മക്കളെ, ഇലിസ്ട്രേഷൻ നമ്പർ 29. ഓക്കെ. സോ നമുക്ക് വായിച്ച് നോക്കാം. XYZ Limited has the following book value capital structure. ഓക്കെ. ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻ ഷെയർസ് ഓഫ് ₹10. ഇത് ഫേസ് വാല്യൂ ആണ്. ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പാർ 30 crore. 10% പ്രിഫറൻസ് ക്യാപിറ്റൽ, ഫേസ് വാല്യൂ 100, ഫുള്ളി പെയ്ഡ് അപ്പ് അറ്റ് പാർ, അത് 2 crore. റീറ്റെയിൻഡ് ഏർണിങ്സ് 40 crore. 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each, ₹20 crore. 15% ടേം ലോൺസ് 25 crore.
ഓക്കെ, അവരവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും അതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് ഫേസ് വാല്യൂസും തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി. ദ നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഓൺ ദ ഇക്വിറ്റി ഷെയർസ് പെർ ഷെയർ ഈസ് 3.6. ദ ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്, MBSും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? KE കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത്, പ്രിഫറൻസ് സ്റ്റോക്ക് റിഡീമബിൾ ആഫ്റ്റർ 6 years ആർ സെല്ലിംഗ് അറ്റ് ₹80 per ഡിബഞ്ചർ. ഇത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? KP കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഒരു ലൈൻ കൂടി നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ഡിബഞ്ചേഴ്സിന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഈസ് 90 ആൻഡ് റിഡീമബിൾ ആഫ്റ്റർ 6 years എന്നുള്ള ഒരു ലൈൻ കൂടി നിങ്ങൾ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയുന്ന ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഫെർദർ തന്നിട്ടുണ്ട് ഇൻകം ടാക്സ് റേറ്റ് ഫോർ ദ കമ്പനീസ് 30%. ഒന്ന്, റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ കറണ്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ. ഞാൻ പഠിപ്പിച്ചതാണല്ലോ, അറിയാമല്ലോ, മറ്റേ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതെന്താണ്, നമ്മൾ നോക്കുന്നില്ല. ഈ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം വെച്ചിട്ട് എന്താണ്, എക്സിസ്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ശരി, അത് നമുക്ക് നോക്കണ്ട. സെക്കൻഡ് പാർട്ട്, determine the weighted marginal cost of capital schedule for the company if it raises 20 crore next year given the following information. The amount will be raised by equity and debt in equal proportions. 20 കോടി അഡീഷണൽ ക്യാപിറ്റൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 20 കോടി. ദി എമൗണ്ട് വിൽ ബി റേസ്ഡ് ബൈ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻസ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്തോ ചെയ്യും, ഒന്ന് വീതിച്ചു കൊടുക്കണം. ഇതിനകത്ത് തന്നെ 10 crore ഇക്വിറ്റി 10 crore ഡെറ്റ് ആണല്ലോ. ദ കമ്പനി എക്സ്പെക്ട്സ് ടു റീറ്റെയിൻ 3 crores ഏർണിങ്സ് നെക്സ്റ്റ് ഇയർ. ഈ 10 കോടിക്കകത്ത് 3 crore ഏർണിങ്സ് എന്ന് പറയുമ്പോൾ എന്നാ മക്കളെ, റീറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീറ്റെയിൻ ഏർണിങ്സാണ്. അപ്പോൾ ഇക്വിറ്റി പാർട്ടിൽ തന്നെ 7 crore ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് 3 crore ആണ് എന്ത്, റീറ്റെയിൻ ഏർണിങ്സ്. മനസ്സിലായോ? ഓക്കെ. ദ അഡീഷണൽ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് വിൽ റിസൾട്ട് ഇൻ ദ നെറ്റ് പ്രൈസ് പെർ ഷെയർ ബീങ് ഫിക്സ്ഡ് അറ്റ് 25. അത് നമുക്കിവിടെ ഇവിടെ ഒരു MPS എന്ന് പറഞ്ഞാൽ 30 രൂപ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ 30 രൂപ മാറിയിട്ട് 25 രൂപ ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിവൈസ്ഡ് KE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റയാണ് എന്താ നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഈ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ, അത് നമുക്ക് KE കണ്ടുപിടിക്കാനുള്ള കാര്യം തന്നേക്കുന്നത്. ഫൈൻ. ദ ഡെറ്റ് ക്യാപിറ്റൽ റേസ്ഡ് ബൈ വേ ഓഫ് ടേം ലോൺ വിൽ കോസ്റ്റ് 15% ഫോർ ദ ഫസ്റ്റ് 5 crore ആൻഡ് 16% ഫോർ ദ നെക്സ്റ്റ് 5 crore. ഇവിടെ 10 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ഫസ്റ്റ് 5 crore 15%, സെക്കൻഡ് 5 crore 16%. ഓക്കെ, ആയിരിക്കും എന്ത്, ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പാർട്ട് എന്താ ചെയ്തേക്കുന്നത് നോക്കാം. ഫസ്റ്റ് പാർട്ട് അവർ സാധാ പോലെ തന്നെ എന്താണ്, നമ്മുടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ബുക്ക് വാല്യൂ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ചു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അവർ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്ത മാർക്കറ്റ് വാല്യൂവിൻ്റെ കേസിൽ ഇവിടെ അവർ എന്താണ്, ഇക്വിറ്റിയും റിട്ടേൺ ഏർണിങ്സുമായിട്ട് സ്പ്ലിറ്റ് അടിക്കാതെ ചെയ്തേക്കുവാണ്, ഒറ്റയടിക്ക് ചെയ്തേക്കുവാണ്. അവിടെ എന്താണ്, മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, വെയിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെയിം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെ എന്താണ്, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, അവിടെയും എന്താണ്, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് മാർക്കറ്റ് വാല്യൂവും കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ. ശരി, നമ്മുടെ പാട്ട് വരുന്നത് ഇതാ ഇവിടെയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഇല്ലസ്ട്രേഷൻ. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞ എന്തായിരുന്നു, നമ്മളപ്പോൾ ആദ്യം ഈ പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. എങ്ങനെയാണ് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ സ്പ്ലിറ്റ് വരുന്നത്. ഇല്ലസ്ട്രേഷൻ 29. ഓക്കെ, ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്ന് എഴുതി വെക്കാം. ക്യാപിറ്റൽ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ
അഡീഷണൽ ഫണ്ട് എത്രയാണ്? 20 crore ആണല്ലോ. ഇതിനെ നമ്മൾ ഈക്വൽ പ്രപ്പോർഷനിലാണെന്ന് പറഞ്ഞപ്പോൾ 10 crore എന്താണ് ഇക്വിറ്റി ആൻഡ് 10 crore ഡെറ്റ് ആണല്ലോ. ഓൾറൈറ്റ്. വീണ്ടും ഇതിനെ നമ്മൾ എന്താ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ആദ്യം എന്താ പറഞ്ഞത്? 3 കോടി റീറ്റെയിൻ ഏർണിങ്സ് വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 3 crore റീറ്റെയിൻ ഏർണിങ്സ്. അപ്പോൾ എന്തായിരിക്കും ബാലൻസിങ് ഫിഗർ? 7 crore ആയിരിക്കും. എന്ത്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഓക്കെ ആണല്ലോ. ശരി. ഇനി ഡെറ്റിനകത്ത് പറഞ്ഞത് എന്തായിരുന്നു മക്കളെ? ആദ്യത്തെ 5 കോടിക്ക് ഫസ്റ്റ് 5 crore എന്താണ്? 15% ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് 5 crore 16% ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണെന്ത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പോകുന്നത്. ഓക്കെ, ശരി. നമുക്കപ്പം ഇതിന് വേണ്ടി വരുന്ന ഇൻഡിവിജ്വൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുകൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിട്ടുണ്ട് അഡീഷണൽ ഇഷ്യൂ വിൽ റിസൾട്ട് ഇൻ നെറ്റ് പ്രൈസ് പെർ ഷെയർ ബീങ് ഫിക്സ്ഡ് അറ്റ് ₹25. അതിനർത്ഥം എന്താ? നമ്മുടെ റിവൈസ്ഡ് കെ ഇ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം റിവൈസ്ഡ് കെ ഇ പുതിയ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ₹25. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. എന്താണ്? നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ഡിവിഡൻറ്റ് D1 3.6 നമുക്ക് തന്നിട്ടുണ്ട്. ഗ്രോത്ത് റേറ്റ് 5% തന്നിട്ടുണ്ട്. D1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരുന്നു? 3.6. G എത്രയാ? 5%. നമ്മളെന്താ ചെയ്യുന്നത്? ഗോർഡൻസ് മോഡൽ കെ ഇ ഈസ് ഈക്വൽ ടു D1 ബൈ P0 പ്ലസ് G ഈസ് ഈക്വൽ ടു 3.6 by 25 plus 0.05 is equal to by 25 0.144 plus 0.05 നമുക്ക് കിട്ടും 19.4% നമുക്ക് കെ ഇ കിട്ടും. ഓക്കെ, കെ ഇ 19.4. ഈ കെ ഇ 19.4 ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കെ ഇ വേണം. ഇവിടെ എന്താണ്? കെ ആർ വരത്തില്ലേ? കെ ആർ അപ്പോൾ എന്തായിരിക്കും? അസ്യൂം ഇവിടെ വേറെ ഡേറ്റയൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എന്താണ്? കെ ആർ ഈസ് ഈക്വൽ ടു കെ ഇ ഈസ് ഈക്വൽ ടു 19.4% തന്നെയാണെന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എക്സ്റ്റേണൽ yielded ക്രൈറ്റീരിയൻ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ശരി, അതും കെയും കിട്ടി, കെ ആറും കിട്ടി. ഇനി എന്നാ ഉള്ളത്? ഇവിടെ 2 ഡെറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ KD1 എന്ന് കൊടുക്കാം. അത് രണ്ടും ലോൺ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15%, 16%. KD1 ഉണ്ട്, KD2 ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ഇവിടെ എന്താണ്? ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഇവിടെ 15 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 30% അല്ലേ? 0.3. 16 ഇൻറ്റു 1 മൈനസ് 0.3 ഈക്വൽ 10.5% എന്നിവിടെ കിട്ടും. $11.2 എന്ന് ഇവിടെയും കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. 10.5 11.2 ആണോ? റിവൈസ്ഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10.5 11.2 19.4
സെയിം തന്നെയാണല്ലോ നമുക്കും കിട്ടിയത്. ശരി, ഇനി നമ്മളെങ്ങനെയാണ് മക്കളെ, നമ്മളെങ്ങനെയാണ് എഴുതാൻ പഠിച്ചത്? നമ്മുടെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പം കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്താണ് നമ്മുടെ സോഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ. പിന്നെ നമ്മളിവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ അറേസ് ചെയ്യണ്ടേ. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, പിന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ്, പിന്നെ എന്താണ് ഡെറ്റ്. 15% അതിന് നമ്മൾ ഡെറ്റ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെയുണ്ട്. 15% ലോൺ, 16% ലോൺ. ഓക്കെ, ഇങ്ങനെയാണല്ലോ. ഇക്വിറ്റി ക്യാപിറ്റൽ എത്ര വേണമെന്ന് പറഞ്ഞേ? 7 കോടി അല്ലേ? എമൗണ്ട് ബ്രാക്കറ്റിൽ ഇൻ ക്രോർസ് ആണേ. ഓക്കെ, അപ്പം 7 കോടി. റീറ്റെയിൻ ഏർണിങ്സ് 3 കോടി, ലോൺ 5, ഈ ലോണും 5, എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? 20 crore. വേറെ തർക്കമൊന്നുമില്ല, നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, വെയ്റ്റ് എങ്ങനെയാണ് മക്കളെ ഞാൻ കമ്പ്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത്? ജസ്റ്റ് എന്താണ് 7/20, 0.35, 3/20, 0.15, so 5/20, 0.25, 0.25 ആണല്ലോ. അടുത്തത് നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ഓരോ ഇൻഡിവിജ്വൽ ബേസിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇക്വിറ്റിയുടേതും റീറ്റെയിൻ ഏർണിങ്സിൻ്റെ സെയിം തന്നെയായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചു 19.4 അല്ലേ? എഴുതി വെക്കാം. 19.4 KD1 15% ലോണിന് 10.5, 11.2 ആണല്ലോ. ശരി, അടുത്ത കോളം എന്തായിരുന്നു? WACC. സിംപ്ലി എന്താണ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക അല്ലയോ? 19.4 ഇൻറ്റു 0.35, 6.79. 19.4 ഇൻറ്റു 0.15, 2.91. 10.5 ഇൻറ്റു 0.25, 2.625. 11.2 ഇൻറ്റു 0.25, 2.8. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 15.125. അപ്പോൾ ഈ 15.125 എന്നാ മക്കളെ? എന്നാ ഓഫ് ക്യാപിറ്റൽ 125%. ഇതിനർത്ഥം എന്നാ മക്കളെ? അഡീഷണലി ഞാനൊരു 20 കോടി രൂപ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ എനിക്ക് ഫർദർ ഉണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് 15.125%. ഇതാണ് ഇതിൻ്റെ കോർ കോൺസെപ്റ്റ്, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സെറ്റല്ലേ മക്കളെ? ക്ലിയർ ആയോ? ഇങ്ങനെയാണ് എന്ത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് 15.125%. ഓക്കെ അല്ലേ? ഓൾ റൈറ്റ്.
നമ്മളിനിയും ഒരു ക്വസ്റ്റ്യനൂടെ നോക്കും. അതിൽ നമ്മൾ എന്താണ് റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൂടെ നമ്മൾ കണ്ടിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇലിസ്ട്രേഷൻ നമ്പർ 28. ഓക്കെ, 28 പറയുന്നത് എന്താ നമുക്ക് നോക്കാം. The following is the capital structure of ABC Limited as on 31/12/2021. ഓക്കെ, ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട് ₹100 ഈച്ച്. പ്രിഫറൻസ് ഷെയർസ് ഫേസ് വാല്യൂ വന്നിട്ടുണ്ട് 10% ആൻഡ് 12% ഡിബഞ്ചേഴ്സ് 3 lakh അത് തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ company shares is ₹110. Expected that a dividend of ₹10 per share would be declared for the year 2021. Okay, dividend growth rate is 6%. Okay, okay, അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ട് MPS തന്നിട്ടുണ്ട് അല്ലേ, P0 തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഫോർ 2021 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നെക്സ്റ്റ് ഇയർ ഡിവിഡൻറ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് D1 തന്നെയാണ് ആണല്ലോ. കാരണം ഈ വർഷത്തെ ഡിവിഡൻറ്റ് അടുത്ത വർഷമായിരിക്കുമല്ലോ കൊടുക്കുന്നത് 2021. അതിനാണ് ഈ ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് D0 ആണോ D1 ആണോ എന്ന് ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കും. 31/12/2021. അപ്പം നമ്മുടെ ഇയർ ഏതാ, 2021. 2021 ഡിവിഡൻറ്റ് എപ്പോഴായിരിക്കും കൊടുക്കുന്നത്, 2022 കൊടുക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് ഇയർ ഡിവിഡൻറ്റ് എന്നല്ലേ നമ്മൾ ഫോർമുല പഠിച്ചേക്കുന്നത്. സോ ഇതെന്താണ്, ഈ 10 എന്ന് പറയുന്ന D1 ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. ശരി, അടുത്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുക. കമ്പനീസിനെ ടാക്സ് ബ്രാക്കറ്റ് ഓഫ് 50% എന്നാക്കുക. 40 മാറ്റി 50 ആക്കുക. കമ്പ്യൂട്ട് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സോ നമുക്കറിയാം ബാക്കിയുള്ള സാധാ ഡേറ്റ എല്ലാം വെച്ചിട്ട് എന്താണ്, കെ കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ പ്രിഫറൻസ് ഷെയർസിന് വേറെ തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ എന്താണ് KP എന്താണ്, KP എന്താ 10 തന്നെ ആയിരിക്കും. ഡിബഞ്ചേഴ്സ് 12%, 50% ടാക്സ് ബ്രാക്കറ്റ്. അപ്പോൾ എന്താണ്, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എന്തോ വരും, 6 വരും. അങ്ങനെ എന്താണ്, അത് വെച്ചിട്ട് എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഫൈൻ, തർക്കമൊന്നുമില്ല. സെക്കൻഡ് വൺ നോക്കാം. അസ്യൂമിങ് ദാറ്റ് ഇൻ ഓർഡർ ടു ഫിനാൻസ് ആൻ എക്സ്പാൻഷൻ പ്ലാൻ, കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. The company intends to borrow a fund of ₹5 lakh bearing 14% rate of interest. What will be the company's revised weighted average cost of capital? മറ്റേടത്ത് മാർജിനിലായിരുന്നു കണ്ടുപിടിക്കാൻ ചോദിച്ചു, ഇവിടെ റിവൈസ്ഡ് ആണ് ചോദിച്ചേക്കുന്നത്. റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓവറോൾ ബേസിസിൽ നമ്മുടെ പ്രൊപ്പോർഷൻ മാറുമ്പോൾ ആ ഒരു ഓവറോൾ കെയോ പുതിയത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതാണ് എന്ത്, റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. The financing decision is expected to increase the dividend from 10 to 12. However, MPS is expected to decline from 110 to 105 per share. MPS മാറ്റം വരും. അപ്പോൾ ഇവിടെ എന്താണ്, KE റിവൈസ്ഡ് ആകും. പുതിയ KE കണ്ടുപിടിക്കണം, പുതിയ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഇതിനകത്തൊരു 14% KD കൂടെ കയറി വരും. 14% അല്ല, അതിൻ്റെ ടാക്സ് റേറ്റ് കൂടെ കുറച്ചെടുത്തത് 7% ഒരു പുതിയ KDയും കൂടെ കയറി വരും. ഇതാണെന്ത്, നമ്മുടെ പുതിയ അഡീഷണൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നമുക്ക് നോക്കാം. ബാക്കി മറ്റേത് എളുപ്പമാണല്ലോ. സിംപ്ലി എന്താണ്, അവർ മാർക്കറ്റ് വാല്യൂ വെച്ചും ചെയ്തിട്ടുണ്ട്, ബുക്ക് വാല്യൂ വെച്ചും എന്താണ് ചെയ്തിട്ടുണ്ട്. ശരി, അതിലൊന്നും കുഴപ്പമില്ല. നമുക്ക് റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇലിസ്ട്രേഷൻ നമ്പർ 28. ഇതായെഴുതാം. ഇലിസ്ട്രേഷൻ 28 പാർട്ട് 2 ആണല്ലോ. ശരി, റിവൈസ്ഡ് KE കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താണ്, റിവൈസ്ഡ് KEക്കകത്ത് എന്താ, ഡിവിഡൻഡ് 10 to 12 ആകും. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ D1 12. P0 എന്നുള്ളതിൻ്റെ വാല്യൂ ഡിക്ലൈൻ ആയിട്ട് 110 നിന്ന് 105 ആവുമെന്ന് പറഞ്ഞായിരുന്നല്ലേ. ഇതാ 110 105 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം P0 എന്താണ് 105. ഗ്രോത്ത് റേറ്റിന് മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താണ് ഗ്രോത്ത് റേറ്റ് പഴയ തന്നെ എടുക്കാൻ പറ്റും, വേറെ കുഴപ്പമൊന്നുമില്ല. 6%. അപ്പോൾ പിന്നെ എന്താണ്, നമുക്ക് KE കണ്ടുപിടിക്കാമല്ലോ. റിവൈസ്ഡ് KE ഈസ് ഈക്വൽ ടു
12/105 plus 0.06 is equal to plus 0.06. നമുക്ക് കിട്ടും 17.43%. ഇതാണ് നമ്മുടെ റിവൈസ്ഡ് കെ ഇ. ശരി, കെ ഇ റിവൈസ്ഡ് ആയി. നമുക്ക് വേറൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. എന്നാ ഇവർ ഇൻറ്റൻസ് ടു ബോറോ എ ഫണ്ട് ഓഫ് ₹5 lakh എന്ന് പറഞ്ഞാൽ ബോറോ എ ഫണ്ട് ഓഫ് 5 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലോങ് ടേം ലോൺ ആണ്. പുതിയൊരു ലോങ് ടേം ലോണൂടെ കയറിയിട്ടുണ്ട്. സോ നമ്മൾ ഈ 12% ഡിബഞ്ചേഴ്സിനെ നമ്മൾക്ക് വേണമെങ്കിൽ എന്താണ് ഇതിനെ നമ്മൾ KD1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? KD2 എന്ന് വിളിക്കും. KD2 is equal to 14% ആണല്ലോ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 0.50 which is equal to എത്ര കിട്ടും? നമുക്ക് 7% എന്ന് കിട്ടും. ആണല്ലോ മക്കളെ, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, നമുക്ക് പുതിയ റിവൈസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എഴുതാം. റിവൈസ്ഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് ബേസിസിലാണ്? മാർക്കറ്റ് വാല്യൂ ബേസിസിലാണ്. ഓക്കെ, അപ്പം എമൗണ്ട് നമ്മളിവിടെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിസിലാണ് ചെയ്യുന്നത്. മറ്റേടത്ത് നമ്മൾ എന്താണ് തന്നിരിക്കുന്നത്? ബുക്ക് വാല്യൂ ആണോ മാർക്കറ്റ് വാല്യൂ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്താണ് തന്നിരിക്കുന്ന വാല്യൂ ഇട്ട് തന്നെയായിരുന്നു എന്ത് നമ്മൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് മറ്റേ ക്വസ്റ്റ്യനിൽ. ഇവിടെ നമ്മൾക്ക് എന്താണ് മാർക്കറ്റ് വാല്യൂ ഇട്ട് തന്നെയാണ്. ഓക്കെ, എമൗണ്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ മാർക്കറ്റ് വാല്യൂ, വെയിറ്റ് ആൻഡ് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC. ഇങ്ങനെയല്ലേ? അടുത്ത ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പിന്നെ കെ നമുക്കറിയാം, അതുകൂടെ അങ്ങ് എഴുതി വെച്ചേക്കാം 17.43. 17.43. ഓക്കെ, പിന്നെ വേറെ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു, ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ, 10% പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 10%. അതിന് വേറെ മാറ്റമൊന്നുമില്ല, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10 തന്നെ വരും. ഡിബഞ്ചേഴ്സ്, പിന്നെ ലോൺ 14% ലോൺ. ഡിബഞ്ചേഴ്സ് എത്രയായിരുന്നു? 12%. അപ്പോൾ 6 വരും. 12% ഡിബഞ്ചേഴ്സ്, അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 6 വരും. ലോണിൻ്റെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 7 വരും. ഓക്കെ ആണല്ലോ? ലോണിൻ്റെ ഫിഗർ എത്രയായിരുന്നു വന്നിരുന്നത്? എമൗണ്ട് അഡീഷണലി അവർ എത്രയും കൂടെ റേസ് ചെയ്യണമെന്ന് അവർ പറഞ്ഞ്. കമ്പനി ഇൻറ്റൻസ് ടു ബോറോ എത്രയായിരുന്നു? ബോറോ 5 lakh ഫണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലോണിൻ്റെ എമൗണ്ട് മാർക്കറ്റ് വാല്യൂം സെയിം തന്നെ ആയിരിക്കും, 5 lakh ആണല്ലോ. ഡിബഞ്ചേഴ്സിന് മാറ്റം വല്ലതും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വെറും തന്നിട്ടില്ല, 3 lakh. പ്രിഫറൻസ് ആണെങ്കിലും 2 lakh. അതുപോലെ തന്നെ എഴുതാം, 3 lakh. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ മാറ്റമൊന്നുമില്ല, 2 lakh. പക്ഷേ ഇക്വിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇക്വിറ്റിയിൽ എന്താ മക്കളെ മാറ്റം വന്നേ? പറഞ്ഞായിരുന്നു മാർക്കറ്റ് പ്രൈസ് 110 നിന്ന് 105 വീഴും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പുതിയ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള നമ്മുടെ എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര വരും? 5000 ഇൻറ്റു നമ്മുടെ പുതിയ P0 105 5,25,000 എന്ന് കിട്ടും. ഈ 5000 ഇൻറ്റു നമ്മുടെ പുതിയ ഈ 5000 ഇൻറ്റു നമ്മുടെ പുതിയ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ എത്ര കിട്ടും? 5,25,000. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? പ്ലസ് 15,25,000 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി എന്താണ് വെയിറ്റ് കണ്ടുപിടിക്കണം.
34.42. Sorry, 0.34 0.13 0.19 0.20 round off here നമുക്ക് കിട്ടുന്നത് 0.20 and 0.33 കിട്ടുമല്ലോ. 3 + 3 1 കിട്ടത്തില്ല, റൗണ്ട് ഓഫ് ചെയ്യണമല്ലോ. mm, 0.34 then 34 ഇത് നമുക്ക് 0.19 ആണേ. ഓക്കെ ശരി. എന്നിട്ട് എന്താണ് നമ്മുടെ കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 17.43 ഇൻറ്റു 0.34 5.926 3 ഡെസിമൽ വരെ എടുത്തോ. 0.13 ഇൻറ്റു 10 1.3 പിന്നെ അടുത്തത് 2.31. ഓക്കെ എല്ലാം കൂടെ ആഡ് ചെയ്തേ. Open 926 plus 1.3 plus 1.14 plus 2.31 10.676 എന്ന് കിട്ടും. ഇതാണെന്ത് റിവൈസ്ഡ് അല്ലെങ്കിൽ KO ഈക്വൽ ടു എത്ര 10.676%. നമുക്ക് ആൻസർ നോക്കിയാലോ. 10.787. ഇവരിവിടെ 4 ഡെസിമൽ വരെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ത് നമ്മുടെ ആൻസറിൽ ചെറിയൊരു ചേഞ്ച് വന്നേക്കുന്നത്. വിച്ച് ഈസ് ഓക്കെ. മക്കളെ നോക്കിക്കേ, നോർമലി ഇവരുടെ എക്സിസ്റ്റിംഗ് ഇവർ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് 1 തന്നിരിക്കുന്നത് മാത്രം വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ വാല്യൂ 11.523 ആയിരുന്നു. ഓക്കെ, എക്സിസ്റ്റിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 11.523 ആയിരുന്നു. അഡീഷണലി ഇവരെന്താണ് 5 ലക്ഷം കൂടെ ഇവർ ലോൺ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10.636 എന്താണ് കുറഞ്ഞു അല്ലേ. ഇതാണെന്ത് റിവൈസ്ഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താണ് ഡൗട്ട്സ് ഉള്ള ടോപ്പിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താണ് പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാം. അതനുസരിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് പുതിയ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പം ബൈ.